ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനുള്ളത് വടപുറത്താണ് കേട്ടോ. അപ്പോൾ ഒരു വമ്പൻ അടിപൊളി ഫർണിച്ചർ കട നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നാളെയാണ് ഇനാഗുറേഷൻ കേട്ടോ. നാളെ കൃത്യം 9:30 മണിക്കാണ് കേട്ടോ ഇനാഗുറേഷൻ നടക്കുന്നത്. പൊന്നാറിൻ്റെ മക്കളെ ഈ ഒരു ഫർണിച്ചർ കടൻ്റെ ഉള്ളിലേക്കാണ് കയറിയുണ്ടല്ലോ, ഒരു വീട്ടിക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതോ ഫുള്ള് 2 നിലയിലും 2 നിലയിലും ഫുള്ളായിട്ട് അതാട്ടോ. സോഫകൾ, കടക്കകൾ, കട്ടിലകൾ, ഊൺമേശകൾ, സ്റ്റഡി മേശകൾ, ഓഫീസ് മേശകൾ, കസേരകൾ, അതുപോലെ തന്നെ പല ഐറ്റംസുകളുണ്ട് കേട്ടോ. ഇവിടെ പല ഐറ്റംസും പല റേറ്റിലാണ്, പാകത്തെ റേറ്റുള്ളൂ. അതാണ് ഇന്നെ ആകെ നെട്ടിപ്പിച്ചൊരു കാര്യം കേട്ടോ. മാത്രമല്ല നാളെയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. കൃത്യം 9 മണിക്കാണ് കേട്ടോ. പറ്റുന്ന എല്ലാവരും ഒന്ന് പോകട്ടോ. ഇവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് എത്ര നേരം അവിടെ കണ്ടാലും മതിയാവില്ല. നല്ല ഊഞ്ഞാല പോലത്തെ കസാലകളുണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റഡി ഐറ്റംസുകൾ, നമുക്ക് മൊമെൻ്റ് കൊടുക്കാൻ പറ്റുന്നത് എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്തൊരു സംഗതിയില്ല. അത്രക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫർണിച്ചർ കടയാണിത്. അപ്പോൾ നമുക്ക് പുതിയ വീട് വെക്കണവർക്കും അതേപോലെ തന്നെ എവിടെയെങ്കിലും നമ്മളെ കുടുംബത്തിലൊക്കെ കയറി താമസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ചെയറുകൾ, ഊൺമേശകൾ, സോഫയൊക്കെ നമ്മൾ പറയുന്ന കളറിൽ അവർ ഇവിടെ ഉണ്ടാക്കി തരും കേട്ടോ. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ കട്ടിലകളാണെങ്കിലും എല്ലാം കേട്ടോ നമ്മൾ പറയുന്ന പോലെ തന്നെ അവർ നമുക്ക് റെഡിയാക്കി തരും പറയുന്ന ദിവസത്തിൽ കേട്ടോ. അതേപോലെ തന്നെയാണ് ആൾമറകളൊക്കെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. തേക്കിൻ്റെ നല്ല അടിപൊളി ആൾമറകൾ, അതേപോലെ തന്നെ ബെഡുകളൊക്കെ ഉണ്ട്. പിന്നെ പല കളറിലുള്ള ഊഞ്ഞാലകൾ, കസാലകൾ, സ്റ്റൂളുകൾ, ആൾമറകൾ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയല്ല, നമ്മുടെ വടപുറത്താണ് കേട്ടോ. നമ്മൾ വണ്ടൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകുമ്പോൾ വടപുറത്തേക്ക് എത്തുന്നതോടുകൂടി വലത്തെ ഭാഗത്താണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. പേക്കാനൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റഡി മേശകളുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ മേശകളുണ്ട്, എല്ലാ ഐറ്റംസ് മേശകളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ മക്കളെ. അത് ഞാൻ പിന്നെ പറയുന്നത് ബെഡൊക്കെ നല്ല അടിപൊളി സാധനമാണ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.